അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 9ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. ഇതിനു മുമ്പുള്ള പാഠങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു താസിഅ്, 9ാമത്തെ പാഠം. ഫഅലുൻ ലിമാ യുരീദ്. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഉസ്താദ് പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ്. ഇവിടെ ജനിക്കണമെന്ന് തീരുമാനിച്ചത് ഞാനല്ല. എൻ്റെ മാതാപിതാക്കൾ ആരാകണമെന്ന് തീരുമാനിച്ചതും ഞാനല്ല. എൻ്റെ ജനന തീയതി തീരുമാനിച്ചതും ഞാനല്ല. എൻ്റെ സിരകളിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് ഞാനല്ല. എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം എൻ്റെ നിയന്ത്രണത്തിലല്ല. ഇക്കാര്യങ്ങളെല്ലാം നിങ്ങളെ സംബന്ധിച്ചും ശരിയാണ്. നാമുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങളിൽ നമുക്ക് യാതൊരു സ്വാധീനവുമില്ല. എല്ലാം നിശ്ചയിക്കുന്നത് അല്ലാഹു തആലയാണ്. അല്ലാഹു തആലയുടെ ഖദറനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും അവൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. ഉദാഹരണം, കള്ളു കുടിക്കൽ. അത് ചെയ്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും. അതുപോലെ നിർബന്ധമായവയുമുണ്ട്. ഉദാഹരണം, 5 വഖത്ത് നിസ്കരിക്കൽ. അത് ചെയ്തില്ലെങ്കിൽ അവൻ്റെ ശിക്ഷ ലഭിക്കും. ഖദറിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അത് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു തആല നമ്മെ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇനി ബാക്കി നോക്കൂ. ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലെത്തിയപ്പോൾ ഷെഫീഖ് ചോദിച്ചു, ഉപ്പ, നീ ഈമാൻ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ? ഷെഫീഖ്, അതെ. ഉപ്പ, ഈമാൻ കാര്യങ്ങൾ എത്രയുണ്ട്? ഷെഫീഖ്, 6 ഉപ്പ, 6ാമത്തേത് ഏതാണ്? ഷെഫീഖ്, ഖദറിൽ വിശ്വസിക്കൽ. ഉപ്പ, ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ജനനം, മരണം, രോഗം, ആരോഗ്യം, വളർച്ച, തളർച്ച തുടങ്ങി ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ തീരുമാനമനുസരിച്ചാണ് നടക്കുന്നത്. അതിൽ ഖൈറായ കാര്യങ്ങളും ഷെറായ കാര്യങ്ങളും ഉണ്ടായേക്കാം. ഖൈറുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം, ഷെറുണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും വേണം. ഇങ്ങനെ ചെയ്യുന്നവരാണ് പരലോകത്ത് ഉന്നത പദവി കൈവരിക്കുന്നത്. പരലോകത്ത് ഉന്നത പദവി കൈവരിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അൽ ഖൈറു വശ്ശർറു ബിമശീഅത്തില്ലാ. അതിന്റെ അർത്ഥം നോക്കൂ. ഖൈറും ഷെറുമെല്ലാം അല്ലാഹു തആലയുടെ തീരുമാനമനുസരിച്ചാണ്. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നതൊക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ നമ്മൾ ഖദറിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ അതെന്താണ് ഏതാണെന്നൊക്കെ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നന്നായി പാഠം വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. സബർ, അതിൻ്റെ അർത്ഥം ക്ഷമ. ഖൈർ, നല്ലത്. ഷർറ്, മോശപ്പെട്ടത്. ശുക്ർ, നന്ദി. സിര, ഞരമ്പ്. സ്പന്ദനം, മിടിപ്പ്. ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. എല്ലാം നടക്കുന്നത് അല്ലാഹു തആലയുടെ ഖദറനുസരിച്ചാണ്. 3 ഉദാഹരണങ്ങൾ എഴുതുക. ഉത്തരം നോക്കൂ. 1. നാം ഇവിടെ ജനിക്കണമെന്നത് അള്ളാഹുവിന്റെ ഖദറനുസരിച്ചാണ് നടക്കുന്നത്. 2. നമ്മുടെ മാതാപിതാക്കൾ ആരാകണമെന്ന തീരുമാനം നടക്കുന്നത് അള്ളാഹുവിന്റെ ഖദറനുസരിച്ചാണ്. 3. നാം ജനിക്കുന്ന തീയതി അള്ളാഹുവിന്റെ ഖദറനുസരിച്ചാണ് നടക്കുന്നത്. 2ാമത്തെ ചോദ്യം, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നമുക്ക് സ്വാധീനമില്ലാത്ത 3 കാര്യങ്ങൾ എഴുതുക. ഉത്തരം, നമ്മുടെ സിരകളിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിയന്ത്രിക്കുന്നത് നാമല്ല. 2. നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നിയന്ത്രിക്കുന്നത് നാമല്ല. 3. നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയ നിയന്ത്രിക്കുന്നത് നാമല്ല. 3ാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിൽ നടക്കുന്ന നമുക്ക് സ്വാധീനമില്ലാത്ത 3 കാര്യങ്ങൾ എഴുതുക. ഉത്തരം, 1. സൂര്യൻ ഉദിക്കുന്നു.
2 മഴ പെയ്യുന്നു. 3 രാവും പകലും ഉണ്ടാകുന്നു. 4-ാമത്തെ ചോദ്യം, ലോകത്ത് ഖൈറും ഷെറും നടക്കുന്നു. നാം എന്തു ചെയ്യണം? ഉത്തരം, ഖൈറുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം. ഷെറുണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും വേണം. 5-ാമത്തെ ചോദ്യം, വാജിബായ കാര്യം ചെയ്തില്ലെങ്കിൽ എന്ത് ലഭിക്കും? ഉത്തരം, അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കും. 6-ാമത്തെ ചോദ്യം, ഖൈറുണ്ടാകുമ്പോൾ എന്തു ചെയ്യണം? ഉത്തരം, ശുക്ർ ചെയ്യണം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 3-ാമത്തെ പ്രവർത്തനം നംലഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. ഖദറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ ഡേഷ് ആണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 6-ാമത്തേത്. ഖദറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേതാണ്. 2. ഈമാൻ കാര്യങ്ങൾ ഡേഷ് എണ്ണമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 6. ഈമാൻ കാര്യങ്ങൾ 6 എണ്ണമാണ്. 3. ഈമാൻ കാര്യങ്ങളിൽ 3-ാമത്തേത് ഡേഷ് ആണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കൽ. ഈമാൻ കാര്യങ്ങളിൽ 3-ാമത്തേത് അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ്. 4. നമുക്ക് ഷെറുകൾ സംഭവിച്ചാൽ ഡേഷ് കൈക്കൊള്ളണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ക്ഷമ. നമുക്ക് ഷെറുകൾ സംഭവിച്ചാൽ ക്ഷമ കൈക്കൊള്ളണം. തദ്രീബാത്തിലെ 4-ാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കാനുള്ളതാണ്. വിപരീത പദങ്ങൾ പരസ്പരം ചേർക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് കൊടുത്ത വാക്കുകളുടെ വിപരീത പദങ്ങൾ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ നടുവിലുള്ള ബോക്സിൽ കൊണ്ടുവന്നിട്ട് എഴുതണം. നോക്കൂ, രോഗം, മരണം, വളർച്ച, ഉദയം, നല്ലത്. ഇപ്പുറത്ത് നോക്കൂ, തളർച്ച, അസ്തമയം, ആരോഗ്യം, മോശപ്പെട്ടത്, ജനനം. ഇനി നമുക്ക് ഓരോന്നിന്റെയും വിപരീത പദങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ നടുവിലത്തെ ബോക്സിൽ എഴുതാം. രോഗം, അതിന്റെ വിപരീത പദം ആരോഗ്യം. മരണം, അതിന്റെ വിപരീത പദം ജനനം. വളർച്ച, അതിന്റെ വിപരീത പദം തളർച്ച. ഉദയം, അതിന്റെ വിപരീത പദം അസ്തമയം. നല്ലത്, അതിന്റെ വിപരീത പദം മോശപ്പെട്ടത്. നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്ത പോലെ നിങ്ങൾ ആ ബോക്സിൽ എടുത്ത് എഴുതുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 5-ാമത്തെ പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. ഖദർ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ആ പ്രവർത്തനം നോക്കൂ, ഖദർ എന്നൊരു ഹെഡിങ് കൊടുക്കുക. അള്ളാഹുവിന്റെ പൂർവജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടികൾക്ക് വേണ്ടി എല്ലാ കാര്യത്തിലുമുള്ള അള്ളാഹുവിന്റെ വ്യവസ്ഥയാണ് ഖദർ. എല്ലാ സൃഷ്ടിപ്പും അവന്റെ വിധി അനുസരിച്ചാണ് ഉള്ളത്. അത് അവന് നേരത്തെ അറിയാം. ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ പൂർണ്ണത സംഭവിക്കുന്നത് ഖദറിലുള്ള വിശ്വാസം ശരിയായ രീതിയിലായിരിക്കുമ്പോഴാണ്. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി അറിയുന്നു. ചെറുപ്പവലിപ്പമോ സ്ഥലകാലമോ വ്യത്യാസമില്ലാതെ സകല കാര്യങ്ങളും സകല വസ്തുക്കളും അവൻ വേർതിരിച്ച് അറിയുന്നു. കഴിഞ്ഞു പോയതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും അവ എങ്ങനെയാണെന്നും അവന് അറിയുന്നു. അവന്റെ അറിവിൽ പെടാത്തതോ അറിവിൽ നിന്ന് അല്പമെങ്കിലും മാറിയുള്ളതോ ഒന്നും തന്നെയില്ല. അവന്റെ അറിവിനു ശേഷം പുതുതായി ജ്ഞാനമോ അറിവിനെ തുടർന്ന് മറവിയോ ഉണ്ടാവുകയില്ല. അവന്റെ ഇതര ഗുണങ്ങളെപ്പോലെ അവന്റെ അറിവും അനാദിയും അനന്തവുമാകുന്നു. ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാകുന്നു ഖദറിലുള്ള വിശ്വാസം. ഈമാൻ കാര്യങ്ങളിൽ 5 എണ്ണി അതിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ ശേഷം 6-ാമത് ഖദറിലും നീ വിശ്വസിക്കുക എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഖദറിലുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്നും അവന്റെ മുൻ നിശ്ചയമനുസരിച്ചാണ് സംഭവിക്കുന്നതെന്നും അതിനപ്പുറം യാതൊന്നും സംഭവിക്കുകയില്ലെന്നും വിശ്വസിക്കുക എന്നതാണ് ഖദറിലുള്ള വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.